നമുക്ക് അതില്ലാതെ തന്നെ ഇതെല്ലാം നോർമലായി വരും. നമുക്കെന്താണ്, ലിവറിന് വല്ല പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്നൊന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഓരോ റിസൾട്ടും കറക്റ്റ് ആക്കാൻ നോക്കണ്ട. ആക്കാൻ പറ്റത്തുമില്ല, എല്ലാം ആക്കാനായിട്ട് പറ്റത്തുമില്ല. ഇപ്പോൾ ലാബിൽ തന്നിരിക്കുന്ന റിസൾട്ട് മുഴുവൻ ഓക്കെ ആക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഓക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി, ലിവർ ഓക്കെ ആകുമ്പോൾ ബാക്കിയെല്ലാം ഓക്കെ ആയിക്കൊള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ചെയ്തു തുടങ്ങി ഇത് റെഡ്യൂസ് ചെയ്ത് വരുന്നു. എന്താ അർത്ഥം? അത് ഗുണകരമാണ്, ബാക്കി എല്ലാം നോർമലായിക്കോളും, അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതാണ് പ്രശ്നം. അപ്പം രോഗവിവരങ്ങൾ മുഴുവൻ എഴുതാം. അത് ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകും SGPT SGOT. OT അത് വരും. അത് അതേ തന്നെ ഉണ്ടാകും. നമ്മൾ തലയിൽ എടുത്ത് വെക്കണ്ട കേട്ടാ, അതേൽ തന്നെ സാധനമുണ്ട്. അത് നോക്കി അങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. അത്രയും സ്പേസ് നമ്മുടെ ബ്രെയിനിൻ്റെ കൊടുക്കേണ്ട അതിന് വേണ്ടിയിട്ട് കേട്ടാ. അത്രയും സ്പേസ് അവിടെ ഫില്ല് ചെയ്യണ്ട, ബ്രെയിൻ കയറി ഫില്ല് ചെയ്യണ്ട. കാരണം ഇത് ചെയ്യാൻ പറ്റിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അത് അടിച്ചു വെക്കണത്. ഡിസ്കളർ വരും. അതല്ല അല്ല, അത് ചോദിക്കണ കറക്റ്റാണ്. അതല്ല, ഇപ്പം ഈ ഒരു ചെറിയ കറുപ്പില്ലേ, അത് ക്ഷീണം കൊണ്ടുവരുന്നതാണ്. കരിമംഗല്യമല്ല. കരിമംഗല്യം വന്നത് കവിളിൽ കറുത്ത ഇത് വരും. അത് ക്ഷീണമാണ്. ക്ഷീണം, അതായത് ശരീരത്തിന് ക്ഷീണമുണ്ട്, അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കിടക്കണണ്ട, അത് കരിമംഗല്യാണ്. ആ കവിളിൽ കിടക്കണില്ലേ, അതിന് വലുതായി വരും. ഉപദ്രവമല്ല, അത് കളയും നമ്മൾ. കരിമംഗല്യം മാറ്റും. അത് ഇങ്ങോട്ട് താഴോട്ട് വലുതായി വരും. മാറിയില്ലേ? മാറും. കരിമംഗല്യം മാറില്ല എന്നാണ് ധാരണ. അങ്ങനെയല്ല, അത് മാറുന്നതാണ്. ക്ഷീണം മാറില്ല, മാറും. ക്ഷീണം മാറാനായിട്ട് എന്താ കൊടുക്കണ്ടേ? പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീനിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണ്? മീനുകൾ. അതുകൊണ്ടാണ് ഞാൻ മീൻ കഴിച്ചോളാൻ പറയണത്. മീൻ കഴിക്കാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ നോൺ വെജ് ആയിരുന്നവർ ഒറ്റ സുപ്രഭാതത്തിൽ വെജിറ്റേറിയനിലേക്ക് മാറിയാൽ ശരീരത്തിന് അത് എടുക്കാൻ അറിയില്ല. ശരീരത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാൻ ശരീരത്തിന് അറിയില്ല. കുറേ നാൾ പിടിക്കും. ശരീരം വെജിറ്റബിൾസിൽ നിന്നെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു വരാനായിട്ട് കുറേ കാലം പിടിക്കും. അപ്പം എന്താ ക്ഷീണം നോക്കുക, ക്ഷീണം മാറണം, പ്രോട്ടീൻ വേണം. നിലക്കടല ഒരു പിടിയെടുത്ത് വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ അത് പച്ചയ്ക്ക് തിന്നണം. ഏത് നിലക്കടല കഴിച്ചാലോ? അല്ല, അലർജിയുടെ നമ്മൾ പഠിക്കും. എന്താണ് അലർജി? അത് നിലക്കടലെന്ന് മാത്രമല്ല, ഇന്ന് നിലക്കടല അലർജി ആണെങ്കിൽ നാളെ കറിക്കടല അലർജിയാണ്, മറ്റന്നാൾ എന്ത് കഴിച്ചാലും അലർജിയാണ്. അപ്പം അലർജി എന്ന് പറയുന്ന സാധനത്തിന് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കും. അലർജി ഉള്ളവർ എന്തെല്ലാം കഴിക്കണം എന്നുള്ളത് പഠിക്കും. നമുക്ക് അടുത്ത പ്രാവശ്യം ബോർഡ് കൂടി വേണ്ടി വരും. ബോർഡുണ്ടോ മാഷർക്ക്? ബോർഡുണ്ടെങ്കിൽ നമുക്ക് ബോർഡിൽ എഴുതാം. മരുന്നുകൾ എഴുതണം, അല്ലെങ്കിൽ തെറ്റും. പറയണ കേട്ട് എഴുതിയാൽ തെറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു മെത്തേഡ് ഇതാണ്. ഏത് രോഗവും മാറ്റാം, ക്ഷമയോടെ ചെയ്യണം. എത്ര വർഷം? എല്ലാവരും ചിലപ്പോൾ ചോദിക്കണതേ, എത്ര നാൾ കഴിക്കണം സാറേ? ഇതിന് നാളില്ല. ചിലപ്പോൾ ചിലതൊക്കെ ആജീവനാന്തം കഴിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം കുക്കുംബർ, ഇപ്പം ഇതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കടലാസിൽ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും കോമൺ ആണ്, സകലർക്കും കോമൺ ആണ്. അപ്പം ഇത് എത്ര നാൾ കഴിക്കണമെന്ന് ചോദിച്ചാലോ? ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. കാരണം
വേവിച്ച ഭക്ഷണം കഴിക്കുന്നവർക്ക് അസിഡിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ വേവിച്ചതല്ലേ കൂടുതലും കഴിക്കണേ? അല്ല, നിങ്ങൾ വേവിക്കാത്തത് മാത്രം കഴിക്കുന്ന രീതിയിലേക്ക് എത്തി എന്നിരിക്കട്ടെ, കുക്കുംബർ കുടിക്കണ്ട, കുക്കുംബർ കഴിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അത് എല്ലാവർക്കും കഴിക്കണമെന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്: നമ്മൾ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ആ വേവിച്ച ഭക്ഷണങ്ങളിൽ തന്നെ നമ്മൾ ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിലുള്ളതല്ലേ. ഇത് പ്ലാന്റ് പ്രോട്ടീനാണ്, ചെടികളിൽ നിന്നും വരുന്ന പ്രോട്ടീൻ. ഇറച്ചി, മീന്, മുട്ട, പാല്, ഇത് അനിമൽ പ്രോട്ടീനാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണമല്ലേ. അപ്പോൾ എന്തെങ്കിലും അസിഡിറ്റി ഉണ്ടാകും. പ്ലാന്റ് പ്രോട്ടീൻ, ചെടികളിൽ നിന്നും വരുന്ന പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ, പിന്നെ നമ്മൾ വേവിച്ച ഭക്ഷണം കഴിക്കുന്നു. ഇതുകൊണ്ടാണ് എല്ലാവർക്കും കുക്കുംബർ കൊടുക്കേണ്ടി വരിക. പിടികിട്ടിയല്ലോ? പിടികിട്ടി. കുക്കുംബർ. കുടിവെള്ളം നമ്മൾ എഴുതിയിരിക്കണത് തന്നെയാണ്. പൂവരശിൻ്റെ ഇല 4 എണ്ണം, അത് ഇതെല്ലാം ഉണ്ട്. കുടിവെള്ളം, പൂവരശിൻ്റെ ഇല 4 എണ്ണം ഇട്ടു. എല്ലാവർക്കും എഴുതാൻ കാര്യം എന്താ? എല്ലാവരും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു കീടനാശിനിയുടെ അംശമുണ്ട്, മായം ചേർന്നുണ്ട്. അല്ലാത്ത ഒന്നും നമുക്ക് മാർക്കറ്റിൽ കിട്ടാനില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ മാലിന്യങ്ങളും വിഷങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ലിവറാണ്. ലിവർ. അപ്പോൾ ആ ലിവറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് എല്ലാവരിലും അത് വേണം. അതുകൊണ്ട് കുക്കുംബർ അല്ല, കുടിവെള്ളം, പൂരശിൻ്റെ ഇല 4 എണ്ണം എല്ലാവർക്കും ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു. ഇതൊരു സാധാരണ ഇലയാണ്. കാരണം പണ്ട് മുതൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത്, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇലയാണ് ഈ പൂവരശില. മനസ്സിലായില്ലേ? പൂവരശിൻ്റെ ഇല എന്ന് പറയുന്നത് പരമ്പരയായി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടി വെക്കുമായിരുന്നു, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടി വെക്കുമായിരുന്നു. ആവി കയറി വരുമ്പോൾ എന്താ കിട്ടുക? ആവി അടിയെന്ന് വരുമ്പോൾ ഈ പൂവരശിൻ്റെ ഇലയുടെ ഗുണം ഇടിയപ്പത്തിലും ഇഡ്ഡലിയിലും കയറുമായിരുന്നു. അപ്പോൾ ആവിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം ഇത് വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? പണ്ടേ ഇത് ലിവറിന് നല്ലതാണ്. പിന്നെ ലിവറിന് കൊടുക്കുന്ന മരുന്നുകളിൽ ഇപ്പോൾ കാമിലാരി എന്ന് പറയുന്നൊരു മരുന്ന് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. കാമിലാരി. കള്ളു കുടിക്കുന്നവരോട് പറയണത്, നിങ്ങൾ കള്ളു കുടിച്ചോ എന്നിട്ട് കാമിലാരിയും കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഒരു മരുന്ന് തന്നെയാണിത്, ഒരു മരുന്ന് തന്നെയാണ്. എല്ലാവരും പറയും, പണ്ട് കാലത്ത് അറിയാവുന്ന എല്ലാവരും തന്നെ പറയും, പച്ചിലെടുത്താൽ മതി. ഇനി പൂവരശ് വീട്ടിലുണ്ടെങ്കിൽ പഴുത്തല കിട്ടും. വീണെടുക്കല്ല, അതേലും ഉണ്ടാകും. ഒരു തോട്ടി അല്ലേ? അല്ലാതെ മേളിലുള്ളതിനെന്തിനാ പറിക്കാൻ? എന്താ വഴി? ഇനി പഴുത്തത് നല്ലതാണ്. കാരണം പഴുത്തതിൻ്റെ മഞ്ഞ നിറം, കരോട്ടിൻ കളറ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ്. ഏത് കാരറ്റിൻ്റെ കളറായാലും ശരി, കരോട്ടിൻ കളറുകൾ, മഞ്ഞ നിറത്തിലും വരുന്ന, മഞ്ഞ ചുവപ്പ് നിറത്തിൽ വരുന്ന എല്ലാ കളറുള്ള ഭക്ഷണങ്ങളും പഴങ്ങളും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ആ കളറിന് കഴിവുണ്ട്. അപ്പൊ അന്നേരം താഴെ വീടിനെ എടുക്കുക, തട്ടി താഴെ ഇടാൻ പറ്റുന്നത് എടുക്കുക, അല്ലെങ്കിൽ പച്ചില എടുത്തോളുക, ഏതെടുത്താലും മതി. അപ്പോൾ ക്ലിയറായോ? അത് ക്ലിയറായില്ലേ? അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം തോന്നി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജീരകവില ഇട്ടോ, അത് കഴിഞ്ഞിട്ട് മല്ലി ഇട്ടോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തിൽ വരണം? പൂരശിലേക്ക് വരണം. എന്താ കാര്യം? ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന അതിപ്രധാനമാണ്. എത്രമാത്രം വൈവിധ്യമാർന്നതാകുന്നോ അത്രമാത്രം നല്ലതാണ്, സസ്റ്റൈനബിളാണ്. അപ്പം നമ്മൾ ഈ ലിവറിൻ്റെ തന്നെ ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ
മാറി 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 കഴിക്കാം. അപ്പം അത് തൊലി കളയരുത്, നിലക്കടയിലെ തൊലി കളയരുത്. അതിൻ്റെ ബ്രൗൺ നിറത്തിലുള്ള ആ തൊലിയില്ലേ, അതിനകത്ത് ബി കോംപ്ലക്സ് ഉണ്ട്. എല്ലാ ഇത് ഭക്ഷണത്തിലും അതാണ്. അത് ദഹിപ്പിക്കാൻ വേണ്ട ഒരു സാധനം കൂടി അതിനകത്തുണ്ട്. അപ്പം അത് കളയരുത്. ഇപ്പം ചക്കക്കുരു അതിൻ്റെ കരിന്തൊലി ചെരണ്ടി കളഞ്ഞിട്ടാണ് പണ്ട് കാലത്ത് ആഹാരം പാകം ചെയ്യണത്. പാകം ചെയ്യുമ്പോൾ അത് ഗ്യാസ് ഉണ്ടാക്കും. അതേസമയം കരിന്തൊലിയോടുകൂടി കറി വെക്കുകയാണെങ്കിലോ ഗ്യാസ് ഉണ്ടാക്കില്ല. ഉരുളക്കിഴങ്ങ് നമ്മളെല്ലാവരും ചെയ്യണം എന്താ? തൊലി കളയും. തൊലി കളയരുത്. കഴിയുന്നത്ര അത് ബ്രഷ് ചെയ്ത് ക്ലീനാക്കി വെട്ടിക്കണ്ടിച്ചിട്ട് കറി വയ്ക്കുക. തൊലി കളയരുത്. 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പച്ചയ്ക്ക് തിന്നു കൊടുക്കുക. ഇനി അല്ലാതെ തിന്നാലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? കുതിർത്ത് കിട്ടിയാൽ അത്ര നല്ലതാണ്. അപ്പം അത് ക്ഷീണമുള്ളവർ കണ്ണിൻ്റെ തടം കറുത്ത് കിടക്കുന്നു, ക്ഷീണമുണ്ടായിട്ടാണ്. ക്ഷീണമുള്ളവർക്ക് ഒരു പ്രത്യേകത കൂടി കാണാം. HB കുറവായിരിക്കും. രക്തക്കുറവുണ്ടോ എന്ന് നോക്കണം. രക്തക്കുറവുണ്ട്? ഇല്ല, രക്തക്കുറവില്ല. എന്നാലും ഇത് ക്ഷീണം കിടക്കുന്നു. അത് വേറെ. ഇതങ്ങനെയല്ല. ഇത് നല്ല ഒറിജിനൽ നിറമായിരിക്കില്ല അവർക്ക്. അത് കറുപ്പായാലും വെളുപ്പായാലും ഒറിജിനൽ നിറമായിരിക്കില്ല. ഒറിജിനൽ നിറത്തിൽ നിന്നും വ്യത്യാസം വരുന്നത് ഞാൻ കാണിച്ചു തരും. ഒരു നേരം കഴിച്ചാൽ മതി. ഒരു നേരം, എപ്പോഴെങ്കിലും. എന്നിട്ട് ക്ഷീണം മാറണുണ്ടോ ഇല്ലെന്ന് നോക്ക്. എന്ത് ഇടും? അതിൻ്റെ കൂടെ എന്താ ഇച്ചിരി മുളക, ഇച്ചിരി തേങ്ങായോ അരച്ചിട്ടോ സാലഡുകളിൽ ഉൾപ്പെടുത്താം. വേണ്ട, നമ്മളൊരു മത്തങ്ങ സലാഡ് പറയണില്ലേ? മത്തങ്ങ സലാഡ് പറയുന്നുണ്ട്, റാഡിഷിൻ്റെ സലാഡ് പറയുന്നുണ്ട്. അതിനകത്തൊക്കെ നിലക്കടല ഇട്ടോ, ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. ഓക്കെ, പിടികിട്ടിയല്ലോ. അതെൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കണം. പേഷ്യൻസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരും. ഇത് ഒരാൾ ഒരു ദിവസം ഫുള്ളിരുന്നു അവിടെ. തൃശ്ശൂർ വന്ന് 2 പേര്, ഒരാൾ വന്നിട്ടില്ല, അവിടെ ഉണ്ട്. 2 പേര് തൃശ്ശൂർ വന്ന് ഫുൾ ടൈം ഇരുന്നു. എത്ര പേരെ നോക്കി? 80 മേൽ, 100-നടുത്ത് പേഷ്യൻസിനെ നോക്കി ഒറ്റ ദിവസം. അതെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അത് കൂട്ടത്തിരുന്ന് ഈ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂട്ടത്തിലിരുന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ പുസ്തകത്തെ നോക്കി കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ലക്ഷണങ്ങളൊക്കെ നോക്കി കുറേ കാര്യങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നോക്കി വരുമ്പോൾ അത് കറക്റ്റും ആയിരിക്കും. ഇപ്പോൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റും ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. പരമ്പരാഗതമായി എന്ത് വിഷയം, പണ്ട് കാലത്ത് ഹോമിയോ കോളേജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഹോമിയോ ചികിത്സയ്ക്ക് കോളേജില്ല. ചികിത്സിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ പോയി കുറേ വർഷങ്ങൾ നിന്ന് മരുന്നെടുത്ത് കൊടുക്കണത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ പുള്ളി മാറി സ്വന്തമായിട്ട് ചികിത്സ തുടങ്ങും. ആയുർവേദം അങ്ങനെയല്ലായിരുന്നു. ആയുർവേദം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞാണ് അതിന് സിലബസ് ഉണ്ടാക്കി ഒരു പാഠ്യപദ്ധതിയാക്കി മാറ്റിയത്. അപ്പം എന്ത് പറ്റി? ഈ പാരമ്പര്യമായിട്ട് കൂട്ടത്തിലിരുന്ന് പഠിക്കില്ല. സിദ്ധ അങ്ങനെയാണ്. അല്ല, മോഡേൺ മെഡിസിനും അതാണ്. ഹൗസ് സർജൻസി എന്ന് പറയുന്നത് എന്നതാണ്? ഒരു പഠനത്തിൻ്റെ ഭാഗമാണത്. നിന്ന് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിനെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അദ്ദേഹം 18 വർഷത്തോളം നെൽകൃഷി ഹോമം ചെയ്ത ഇംഗ്ലീഷ് ഡോക്ടറാണ്. വരമ്പയിലിരുന്ന് ഹോമം ഉണ്ട്, ഒരു ഹോമത്തിൻ്റെ പരിപാടിയുണ്ട്. എന്താ അതിൻ്റെ പേര്? ഞാൻ പറഞ്ഞു, ഞാനുമൊക്കെ ചെയ്തതാണ്. നമ്മളെ പഠിപ്പിച്ചതാരാണെന്നറിയാമോ? ജർമ്മനിയിൽ നിന്ന് 2 പേര് വന്ന് വീട്ടിൽ താമസിച്ചിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നതാണ് പഠിപ്പിച്ചതെന്നറിയാമോ? പണ്ട് നമ്മുടെ എല്ലാ വീട്ടിലും ചെയ്തുകൊണ്ടിരുന്ന സാധനം. ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് ഒരു ചെമ്പ് പാത്രം ഉണ്ടാകും, അതിനകത്ത് ചാണകവരളി നെയ്യിൽ മുക്കി ഹോമിക്കുക. ഇത് അവിടെയൊക്കെ ഭയങ്കര ഗവേഷണം നടക്കുന്നുണ്ട്. നമ്മൾ തള്ളിക്കളഞ്ഞു.
അതെന്തിനാണ്, ഏതാണ്, ഇതൊരു അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു. പക്ഷെ അവർ വന്ന് ചെയ്യുന്നു. അതൊക്കെ ഇച്ചിരി വലിയ പ്രയാസമാണത്. സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും 6 മണി എത്ര മിനിറ്റാണ് ഉദിക്കണത്. ഇന്ന് ഉദിക്കണ സമയമല്ല, നാളെ വ്യത്യാസമുണ്ട്. 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആ കൃത്യസമയത്ത് ഇത് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ആ ഹോമത്തിൻ്റെ. അതിലോട്ടൊന്നും പോകണ്ട. നമ്മളെന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് രോഗം മാറ്റണം. സിമ്പിളായി രോഗം മാറ്റണം. എല്ലാ രോഗത്തിനും പരിഹാരം ഉണ്ടാകുകയും വേണം. അല്ല, ഒരു രോഗത്തിന് ഒരു മരുന്ന് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താ ശരീരം ശുദ്ധമാക്കുക, ശരീരത്തിൻ്റെ അസിഡിറ്റി മാറ്റുക. ഒരു രോഗത്തിനായിരിക്കും ഇത് ചെയ്യണേ. എല്ലാ രോഗവും മാറും. അല്ലാതെ ഏതെങ്കിലും ഒരു രോഗത്തിനല്ല ചെയ്യണേ. ശരീരം മൊത്തത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മളുടേത്. അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാശാസ്ത്രങ്ങളിൽ കണ്ണിന് സ്പെഷ്യലിസ്റ്റ്, കാതിന് സ്പെഷ്യലിസ്റ്റ്, ഹാർട്ടിന് സ്പെഷ്യലിസ്റ്റ്. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക? ശരിയാവത്തില്ല. നമ്മൾ മൊത്തം ശരീരത്തെ ശരിയാക്കുക, അതിൻ്റെ മാലിന്യങ്ങൾ കളയുക. അതാണ് നമ്മൾ ശോധനം. മനസ്സിൻ്റെ മാലിന്യം കളയുക, പോഷണം കൊടുക്കുക, പോഷണങ്ങൾ കൊടുക്കുക, അസിഡിറ്റി മാറ്റുക, താളത്തിലാക്കുക, ശരീരത്തിന് താളത്തിലാക്കുക. ഈ കാര്യങ്ങൾ എല്ലാത്തിനും ഒരുപോലെയല്ലേ? അപ്പോൾ സ്പെഷ്യലായിട്ട് ചിലതിന് വേണ്ടി വരും. ആ അറിവ് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ കണ്ണിന് സ്പെഷ്യൽ വേണം. അപ്പോൾ കണ്ണിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? സ്പെഷ്യലായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാമല്ലോ, ചെയ്യാം. ഇത് കണ്ണിൻ്റെത് മാത്രമായിട്ട് ചെയ്തില്ലെങ്കിലും കണ്ണ് ശരിയാക്കും. പക്ഷേ പോഷണക്കുറവുണ്ടെങ്കിലോ? ഇപ്പം വിറ്റാമിൻ എ കണ്ണിന് വേണം. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രയാസമുണ്ട്, വിറ്റാമിൻ എ കൊടുക്കണ്ടേ? ഇപ്പോൾ വിറ്റാമിൻ എ എവിടുന്ന് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അതാണ് നമ്മൾക്ക് വേണ്ട കുറേ സാധനങ്ങൾ. അപ്പോൾ അത് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഏതൊക്കെയായി? pH കറക്റ്റ് ചെയ്യൽ, കുടിവെള്ളം, ഭക്ഷണം. ഇപ്പം നമ്മളെ ഭക്ഷണം എന്താ? അരിയല്ലേ? സാധാരണ മനുഷ്യർ 3 നേരവും അരിയാണ് കഴിക്കുന്നത്. ഈ അരി നിരന്തരം കഴിക്കുന്നു, നമ്മൾ വർഷങ്ങളായിട്ട് കഴിക്കുന്നു, തലമുറകളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഷുഗർ രോഗമായിട്ട് ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്നാൽ ഡോക്ടർ എന്ത് കുറക്കാനാണ് പറയുക? അരി ആഹാരമാണ്. അരി ആഹാരം കുറക്കാനല്ലേ പറയണേ? അപ്പോൾ ഷുഗർ രോഗത്തിൻ്റെ കാരണം എന്തായിരിക്കാം? അരിയല്ലേ? നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അരി, നമ്മൾ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അരി ഷുഗർ രോഗത്തിന് കാരണമായി. ഷുഗർ രോഗം എന്ന് പറയുന്നത് ഒരു ഡീജനറേഷനാണ്, രോഗമല്ല, ഒരു ഡീജനറേഷനാണ്. ആ ഒരു ഡീജനറേഷൻ ഉണ്ടാകാൻ കാരണം അരിയാണ്. ക്യാൻസർ ഒരു ഡീജനറേഷനാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ കാരണവും എന്താകാം? അരിയാവാം. ആണെന്നല്ല നമ്മൾ പറയണേ, അരിയാവാം. കാരണം അരി ഡീജനറേഷൻ സംഭവിപ്പിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന് അരി കൊടുക്കാമോ? ഷുഗർ പേഷ്യൻസിന് അരി കൊടുക്കാമോ? പറ്റില്ല. അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മില്ലറ്റിലേക്ക് മാറുക. മില്ലറ്റിലേക്ക് അത് മാറേണ്ടത് ചിലപ്പോൾ പല വിധത്തിലായിരിക്കും. ഇനി 3 നേരവും മില്ലറ്റാക്കാൻ പറഞ്ഞാൽ രോഗി എന്തെടുക്കും? ഓടിക്കളയും. കാരണം കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ പേഷ്യൻസിനും ഒരു 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 തീരുമാനം എടുക്കാം. നേരെ 2 നേരം മില്ലറ്റ്, 2 നേരം മില്ലറ്റ്, 1 നേരം അരിയാഹാരം കഴിച്ചോളാൻ പറയുക. അല്ലെങ്കിൽ അരിയോടൊരു ആസക്തിയുണ്ട് നമുക്ക്, ഇല്ലേ? ആസക്തിയുണ്ട്. മദ്യത്തിനോടുള്ള ആസക്തി പോലെ തന്നെ കഞ്ഞിയോടും ചോറിനോടും ഒരു ആസക്തിയുണ്ട്. അത് ഒറ്റടിക്ക് പിടിച്ചാൽ അവർക്ക് മാനസികമായ സംഘർഷം പിടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 നേരം മില്ലറ്റ്, 1 നേരം അരി ആഹാരം. ഇത് കോമൺ. അപ്പോൾ കുടിവെള്ളം കോമൺ ആണ്, ഇത് കോമൺ. പിന്നെ ശോധനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെല്ലാം ശുദ്ധി വരുത്തണമെന്നുള്ളത് നമുക്ക് നോക്കാം.
ഏതെല്ലാം ശുദ്ധി വരുത്തണം? മലബന്ധം ഉണ്ടെങ്കിൽ മലബന്ധം മാറ്റാനുള്ള വഴി ചെയ്യണം. വിയർപ്പ് കുറവുള്ളവരാണെങ്കിലോ വിയർപ്പിക്കണം. മൂത്രം കുറച്ചേ പോകുന്നുള്ളൂവെങ്കിലോ കൂടുതൽ മൂത്രം പോണം. എന്തുകൊണ്ട്? മാലിന്യങ്ങൾ വെള്ളത്തിൽ ലയിച്ചേ വെളിയിൽ പോകും. ഇപ്പം വെള്ളം കൂടി കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? മാലിന്യങ്ങൾ ശരീരത്തിനുള്ളിൽ കെട്ടിക്കിടക്കും. മറ്റൊന്നൊരു മാലിന്യം പോകുന്ന വഴിയാണ് ഉച്ഛ്വാസവായു. അതിനെന്താ ചെയ്യേണ്ടത്? അതിനാണ് എക്സർസൈസ് നമുക്ക്. മാലിന്യം കളയാനുള്ള എക്സർസൈസാണ് നമ്മൾ ചെയ്യണേ, യോഗ അല്ല. യോഗ നല്ലതാണ്, യോഗ ചെയ്യണം. കൂട്ടത്തിൽ എന്തുകൂടി ചെയ്യണം? ഈ മാലിന്യങ്ങൾ കളയാൻ, ഉച്ഛ്വാസവായു കളയാനായിട്ടുള്ള എക്സർസൈസ് കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനാണ് ചലനം പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഒഴിവാക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. അതിൽ തീർത്തും കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാ? ചെമ്മീൻ, കൊഞ്ച്, ഞണ്ട്, കക്ക ഇറച്ചി, ഷെൽ ഫിഷുകൾ. അതിനെന്തോ പറ്റി? അത് മാത്രം തീർത്തും ഒഴിവാക്കാൻ പറയാൻ കാര്യം എന്താ? വെള്ളത്തിൽ ഉള്ള മാലിന്യങ്ങളെ, ഹെവി മെറ്റലുകളെ വലിച്ചെടുത്ത് ജലം ശുദ്ധീകരിക്കണ ഏറ്റവും മനുഷ്യൻ്റെ രക്ഷകരാണവർ. മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും ഇതിനെ മാറ്റും. ആ വെള്ളത്തിൽ വളരുന്ന മത്സ്യങ്ങളിൽ ഇത് കയറാതിരിക്കും. വെള്ളത്തിൽ നിന്ന് വലിച്ചു മാറ്റുന്ന ഷെൽ ഫിഷുകളാണ്. ഈ ഷെൽ ഫിഷുകളിൽ ഈ മാലിന്യങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യും, ലെഡ് അക്യൂമുലേറ്റ് ചെയ്യും. ഇത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് ചെമ്മീൻ്റെ അകത്താണ് ഇത് വരുന്നത്, ഏത് കക്കയിറച്ചിയിലാണ് നമുക്ക് വരുന്നത്. അപ്പം ചിലർ പറയുവേ, ഞങ്ങൾ ഇത്ര നാൾ കക്കയിറച്ചി കഴിച്ചിട്ടൊരു കുഴപ്പമില്ലല്ലോ. ശരിയായിരിക്കും. ഭാഗ്യം കൊണ്ട് അവരുടെ പ്ലേറ്റിൽ വന്ന കക്കയിറച്ചിയിൽ ലെഡില്ല. പക്ഷേ ജലാശയമായതുകൊണ്ട് എല്ലായിടത്തും പടരും. അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നതാണ് സേഫ്. ചിലർക്ക് ഒരു കക്കയിറച്ചി ഉപ്പ് നോക്കാനായിട്ടെടുത്ത് വായിലിട്ടാൽ വയറുവേദന എടുക്കും. ഒരു കക്കയിറച്ചി, ഞാൻ ഒരെണ്ണല്ലേ എടുത്തുള്ളൂ. ചിലപ്പോൾ കിഡ്നിയും കൂടി പോയെന്ന് വരും. രണ്ടാമതൊരെണ്ണം കൂടി എടുത്തിട്ടാൽ കിഡ്നി പോകും. വയറുവേദന വന്നു കാര്യമാക്കേണ്ട. കൊതി കാരണം ഒരു കക്കയിറച്ചി കൂടി കഴിച്ചാൽ ചിലപ്പോൾ കിഡ്നി പോയി കിട്ടും. അതുകൊണ്ട് അതിന് ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കരുത്. ഷെൽ ഫിഷ് കാരണം അത്രമാത്രം നമ്മളുടെ ജലാശയങ്ങളെ മാലിന്യം കൊണ്ട് നിറച്ചു. ഫാക്ടറികളിലെ സകല മാലിന്യവും എങ്ങോട്ടാണ് ഒഴുക്കി വിടുക? ഗവൺമെൻറ് നിയമമുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമങ്ങളുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എല്ലാം കെട്ടിവെക്കും. രാത്രി എന്തു ചെയ്യും? രാത്രി 12 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ഈ ഫാക്ടറിയിലെ ജലം മുഴുവൻ നേരിട്ട് ജലാശയത്തിലേക്ക് വിടും. ഇങ്ങനെ വിട്ടുവിട്ടാണ് നമ്മുടെ ജലാശയങ്ങൾ മുഴുവൻ മലിനമായത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊന്നും തന്നെ ഒരു സാധാരണ ചെറിയ ഫാക്ടറിക്ക് പോലും തൃപ്തികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അല്ലെങ്കിൽ അതിൻ്റെ മുതൽ മുടക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് ആളുകൾ ഇത് ചെയ്യും, ജലാശയത്തിലേക്ക് ഇങ്ങനെ വിട്ട് വരും. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ അടിക്കുന്ന വിഷം മുഴുവൻ, കീടനാശിനി മുഴുവൻ പമ്പ് ചെയ്ത് വെള്ളം വെളിയിലേക്ക് കളയുമ്പോൾ അതെവിടെ എത്തുക? വേമ്പനാട് കായലിലാണ്. വേമ്പനാട് കായലിലേക്കാണ് വെള്ളം പമ്പ് ചെയ്ത് നിർത്തുക. അങ്ങ് മലമുകളിൽ ഏലത്തോട്ടത്തിലടിക്കുന്ന വിഷം, കാപ്പിത്തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൽ, തേയിലത്തോട്ടത്തിൽ എല്ലാത്തിലും അടിക്കുന്ന വിഷം എവിടെ ഒഴുകി വരും? വേമ്പനാട് കായലിൽ വരും. വേമ്പനാട് കായലിലെത്തുന്ന ഈ വിഷം കുട്ടനാട്ടത് ഹൈ റേഞ്ചിൽ അടിക്കണത് മുഴുവൻ.
കടലിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ അവിടെ തണ്ണീർമുക്കം ബണ്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷമെല്ലാം ആരുടെ ഉള്ളിലേക്ക് പോകും? അവിടുത്തെ കക്കായുടെ ഇറച്ചിയുടെ ഉള്ളിലേക്ക് പോകും. ഇതാണ് പറയണത്, അത് കഴിക്കരുത്, സ്ഥിരമായി ഒഴിവാക്കണം. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണം, ഈ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കഴിക്കാം, വല്ലപ്പോഴും കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുക്കുംബർ ജ്യൂസ് കുടിക്കണം, അത്രേ ഉള്ളൂ. ആ, ഫ്രഷ് വാട്ടർ എവിടുന്നാ നിങ്ങൾ പമ്പ് ചെയ്ത് നിർത്താൻ പോണേ? അല്ല, ഫ്രഷ് വാട്ടർ എവിടുന്നാണ് പമ്പ് ചെയ്ത് നിർത്താൻ പോണേ? വെള്ളം വേണ്ടേ? വളരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിൽ നിന്നല്ലേ പമ്പ് ചെയ്ത് നിർത്താൻ പറ്റൂ. അതാണ് പ്രശ്നം. ഇത് വന്നില്ല എന്നെങ്കിൽ ഒരു ഫാക്ടറിയും ഒരു മാലിന്യവും ജലാശയത്തിലേക്ക് പമ്പ് ചെയ്യുന്നില്ല. നമ്മൾ ആരും തന്നെ ജലാശയം പമ്പ് ചെയ്യുന്നില്ല. ചെമ്മീനും കൊഞ്ചും ഞണ്ടും കക്കറച്ചും കഴിച്ചു. അത് കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? 3 മണിക്കൂർ കഴിയുമ്പോൾ കുക്കുംബർ ജ്യൂസ് കുടിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇഡ്ഡലി ദോശയെ വിലക്കിയിരിക്കുന്നത്. ഇഡ്ഡലി ദോശയോട് പിണക്കമുണ്ടായിട്ടല്ല, നല്ലത് തന്നെ. ഏത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിലാണ്. ഇപ്പം നിങ്ങൾ പുളിയുള്ള ഒരു ഇഡ്ഡലിയും ദോശയും കഴിച്ചു, എന്ത് ചെയ്താൽ മതി? ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ കുക്കുംബർ ജ്യൂസ് കുടിച്ചാൽ മതി. എന്താ ചെയ്യണേ? ഉണ്ടാക്കിയ പുളിരസം ഉണ്ടല്ലോ, അസിഡിറ്റി, അതിനെ ഇല്ലാതാക്കി കളയും, ന്യൂട്രലാക്കി കളയും കുക്കുംബർ കുടിക്കുമ്പോൾ. അടിച്ച് കഴിച്ചില്ലേലും തിരക്കേടില്ല, കടിച്ചു തിന്നാൽ മതി. അടിച്ച് കഴിക്കാൻ പറയുന്നത്, ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറയുന്നത് പെട്ടെന്ന് തന്നെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സാധനമാണ്. അതുപോലും ചിലർക്ക് പറ്റണില്ല. ഹെവി അസിഡിറ്റി ഉള്ളവർക്ക് ഇത്രയും കുക്കുംബർ ചെല്ലുമ്പോൾ എടുത്തടിക്കും. അപ്പോൾ അവരുടെ എന്ത് പറയും? അര കുക്കുംബർ കഴിക്കണം, അര ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കുടിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് പതുക്കെ കടിച്ചു തിന്നോ. ഇനി ജ്യൂസ് കഴിക്കാനാണ് പറഞ്ഞത് അയാൾ സാറ്, ജ്യൂസ് എടുക്കാൻ നേരം കിട്ടിയില്ല. കഴിക്കാതിരിക്കരുത്, കടിച്ചത് 3 മണിക്കൂർ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ഇതിലേതാണ് ഗ്രീൻ പീസ്, സോയ, പുളിയുള്ള ഇഡ്ഡലി കഴിച്ചു. ഈ ഗ്രീൻ പീസും സോയയും ദഹിക്കണമെന്നുണ്ടെങ്കിൽ ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നിങ്ങൾ എന്ത് ചെയ്ത് ഇത് ഗ്രീൻ പീസും സോയയും കഴിക്കണ കൂട്ടത്തിൽ തന്നെ കുക്കുംബർ ജ്യൂസ് കുടിച്ചാൽ എന്ത് സംഭവിക്കും? ദഹനരസവും കൂടി ഇല്ലാതായിപ്പോ. അപ്പൊ ദഹിക്കുമോ? ദഹിക്കില്ല, ഫെർമെന്റ് ചെയ്യും, പുളി വേറെ ഉണ്ടാക്കും. പിടികിട്ടെ? ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണ്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ് ഒന്നുമില്ല, വെജിറ്റബിളേ ഉള്ളൂ, കൂട്ടത്തിൽ കഴിച്ചോ കുക്കുംബർ, പ്രശ്നം വരില്ല. കാരണം അത് ദഹിക്കേണ്ടത് പ്രോബയോട്ടിക് ബാക്ടീരിയയാണ്. പ്രോബയോട്ടിക് ബാക്ടീരിയ കൊല്ലില്ല ആര്? കുക്കുംബർ. പ്രോബയോട്ടിക് ബാക്ടീരിയ പെരുകാൻ അനുവദിക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മളെന്താ ചെയ്യണേ? വെജിറ്റേറിയനാണ്, കുറച്ച് ചെറുപയറും കഴിക്കും, പ്രോട്ടീനാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത് സമയം മാറ്റി കഴിക്കാൻ പറയണേ. പ്യുവർ വെജിറ്റബിൾസ് ആണ് കഴിക്കണതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും സലാഡുകളും കഴിക്കാം, കുക്കുംബറും കഴിക്കാം. ഇതുകൊണ്ടാണ് പ്രകൃതി ചികിത്സയിൽ വെള്ളം കുടിക്കരുത് ഭക്ഷണത്തോടൊപ്പം എന്ന് പറയുക. ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കരുത്, ഒരു നിയമം പോലെ പറയുകയാണ്. എപ്പോ നിങ്ങൾ പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുമ്പോൾ, പ്ലാന്റ് പ്രോട്ടീൻ കഴിക്കുമ്പോൾ, നിങ്ങളുടെ ഭക്ഷണത്തിൽ ചെറുപയറില്ല, വൻപയറില്ല, കടലയില്ല, സോയ ഇല്ല, ഗ്രീൻ പീസ് ഇല്ല, പരിപ്പില്ല, പച്ചക്കറികളെല്ലാം ഉണ്ട്, പാവക്കായ ഉണ്ട്, പടവലങ്ങായ ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, ചീര ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ കൂട്ടത്തിൽ കഴിച്ചോ, കുഴപ്പമില്ല, കാര്യം പിടികിട്ടിയ. കൂട്ടത്തിൽ കുക്കുംബർ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പ്രോട്ടീൻ വേണം. അപ്പോൾ നമ്മൾ ചെറുപയർ കൂട്ടും, പരിപ്പ് കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? 3 മണിക്കൂർ കഴിയും. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളിപ്പോൾ ഞങ്ങൾ എന്താ കഴിച്ചത്? ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ് കഴിച്ചത് അല്ലേ? ആർഷ് കഴിച്ച് ഞങ്ങളും കഴിച്ചല്ല. അതാണ് അതിൻ്റെ കൂട്ടത്തിൽ കുക്കുംബർ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല.
പത്തിരി കൂടെ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പത്തിരിയോ? പത്തിരി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണം? കുഴപ്പമില്ല, അരിയല്ലേ, അരിപ്പത്തിരിയല്ല കാര്യമില്ല പറയുന്നത്. ആ കഴിക്കാം, കഴിക്കാം. അതിനകത്ത് പ്രോട്ടീൻ വരുന്നില്ലല്ലോ, കാർബോഹൈഡ്രേറ്റ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഇനി അതിൻ്റെ കറി വെജിറ്റബിൾ മാത്രമാണ്. നിങ്ങൾ കുക്കുംബറും കൂടി അരിഞ്ഞ് കഴിച്ചോ? അവിടെ കുക്കുംബർ അരിഞ്ഞ് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിടികിട്ടില്ലേ? അതല്ല, അഥവാ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമില്ലെന്ന് അറിഞ്ഞിരിക്കുക. പ്രകൃതി ചികിത്സയിൽ മാത്രമല്ലല്ലോ ഉള്ളി കഴിക്കരുത് എന്ന് പറയുന്നത്. ഉള്ളിവർഗം നമ്മുടെ ഇമോഷനുകളെ കൂട്ടും. ഏത് ഇമോഷനെയും കൂട്ടും. ലൈംഗിക വികാരങ്ങളെ കൂട്ടും. ദേഷ്യം കൂട്ടും. വികാരങ്ങളെ കൂട്ടും എന്നുള്ളത് കൊണ്ടാണ് ഉള്ളിവർഗം. ചില ഏതാണ്, ജൈനരാണെന്ന് തോന്നുന്നു, തൊടില്ല. ജൈനര് ഉള്ളി എന്ന് പറയുന്നത് ബ്രഹ്മകുമാരീസ് തൊടില്ല. കാരണം അമിതമായ വികാരം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി നല്ലതാണ്, കഴിച്ചോളൂ, ഉള്ളി കഴിക്കാം. ജപ്പാൻകാർ ചെയ്യുന്നത് മീനമാത എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അരിവാൾ രോഗം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അതുപോലെ ആദിവാസികൾക്കൊക്കെ ഉണ്ട്. അത് കാലിങ്ങനെ വളഞ്ഞു പോവുക. അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുവരും, മെറ്റലും കൊണ്ടുവരും. ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടെസ്റ്റുകൾ ചെയ്യും. ഇവിടെ ചെയ്യണുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഇത് ചെയ്യണുണ്ടോയെന്ന്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണത് വരണേ. പാല് ഒരു സമീകൃത ആഹാരം എന്നല്ലേ നമ്മളെ പഠിപ്പിക്കണേ? പാല് ഒരു സമീകൃത ആഹാരം എന്നല്ലേ പഠിപ്പിക്കണേ? പാല് ആർക്ക് സമീകൃതം? അതുകൂടി പഠിപ്പിക്കണ്ടേ? അമ്മയുടെ പാല് കുട്ടിക്ക് സമീകൃതം, അത് ശരിയാണ്. പട്ടിയുടെ പാല് പട്ടിക്കുട്ടിക്ക് സമീകൃതം. ആനയുടെ പാല് ആനക്കുട്ടിക്ക് സമീകൃതം. മനുഷ്യരുടെ പാല് മനുഷ്യക്കുട്ടിക്ക് സമീകൃതം. പശുവിൻ്റെ പാലെടുത്ത് മനുഷ്യക്കുട്ടിക്ക് കൊടുത്താൽ തെറ്റാണ്, അത് സമീകൃതമല്ല. പാല് എന്ന് പറയുന്നത് ഒരു ഭക്ഷണം മാത്രമല്ല. ഇപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പൊക്കിൾക്കുടിയിലൂടെ രക്തം കൊടുക്കുന്നു. പ്രസവം നടന്നു കഴിഞ്ഞാൽ ഉടനടി കൊടുക്കുന്ന ഒരു രക്തമാണ് പാല്. ഇതൊരു ഭക്ഷണം മാത്രമല്ല, പാരമ്പര്യ ഗുണങ്ങൾ, കഴിവുകൾ, വാസനകൾ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് കൈമാറുന്ന ഒരു മീഡിയം, ഒരു മാധ്യമം കൂടിയാണ് പാല്. രക്തം പോലെ തന്നെ കഴിഞ്ഞാൽ അമ്മയുടെ പാരമ്പര്യ ഗുണങ്ങൾ, കഴിവുകൾ, വാസനകൾ ഇതെല്ലാം കുട്ടിയിലേക്ക് കൈമാറണം. ആരുടെ പാരമ്പര്യ ഗുണമാണ് നമുക്ക് വേണ്ടേ? പശുവിൻ്റെതാണോ? പശുവിൻ്റെ പാരമ്പര്യ ഗുണമാണ്. ഒരിക്കൽ ഒരമ്മ ഒരു മകളെയും കൊണ്ട് എൻ്റെ അടുക്ക വന്നു. 7-7.5 വയസ്സേ ഉള്ളൂ. കുട്ടി മെൻസസായി. കൊച്ചിന് എന്നാണെന്ന് അറിയാൻ പാടില്ല, ഇത് എന്നതാണെന്ന് അറിയാൻ പാടില്ല. അമ്മ ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയാണ് എൻ്റെ അടുക്ക കൊണ്ടുവരുന്നത്. ഇത് എന്താ ചെയ്യാൻ പറ്റുക, എന്താ ചെയ്യാൻ പറ്റുക? അപ്പം ഞാൻ ചോദിച്ചു, കൊച്ചിന് പാല് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. എത്ര? 1 ലിറ്റർ. അവൾ പാലേ കുടിക്കൂ. പോകാൻ നേരത്തെ ഒരു പാല് കുടിച്ചിട്ട് അങ്ങ് പോക്കൂ. പരമ്പഴും കിഴക്കും പാല്, പാല് 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 മാത്രം, പശുവിൻ്റെ പാല് മാത്രം കുടിച്ചാൽ പശുവിൻ്റെ ഒരു പാരമ്പര്യ ഗുണവും കൂടി കിട്ടും. പശു 2.5 വയസ്സിൽ ചവിട്ടിക്കാം. പശുവിനെ 11-14 വയസ്സിൽ മെൻസസ് ആകേണ്ട കുട്ടിക്ക് പാരമ്പര്യ ഗുണങ്ങളായിട്ടുള്ള പാല് കൊടുത്തിട്ടാണ് 7-8 വയസ്സിൽ മെൻസസ് ആയത്. പാരമ്പര്യ ഗുണങ്ങൾ കൈമാറലാണ്. പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് പാല് കൊടുക്കണം. അമ്മയ്ക്ക് നിർബന്ധം, കൊച്ചിന് നിർബന്ധം. പാല് കുടിച്ചേ പറ്റൂ. എത്ര പാല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അത്രയും പാലെടുത്ത് തൈരാക്കിയിട്ട് കൊടുത്തു. തൈരാക്കി കൊടുത്തോ കുഴപ്പമില്ല. എന്താണ്? അതിൻ്റെ പ്രോട്ടീനെ ആ ബാക്ടീരിയ ഉടച്ച് മാറ്റി ആ പാരമ്പര്യ ഗുണങ്ങൾ നഷ്ടപ്പെടുത്തും. അത് കാരണം തൈര് കൊടുക്കാം. ഇത് ആധുനിക ചികിത്സാശാസ്ത്രത്തിന് അറിയില്ല. പക്ഷേ പണ്ട് വിദ്യാഭ്യാസം ഇല്ലായിരുന്ന, സ്കൂളിൽ പോകാൻ മനുഷ്യർക്ക് അറിയാമായിരുന്നു. പശു പ്രസവിച്ചു കഴിഞ്ഞാൽ
ആദ്യത്തെ ഒരു ആഴ്ചത്തെ പാല് എന്താ ചെയ്യുക? കാടനൂട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കാടനൂട്ടുക. മനുഷ്യർ കഴിക്കില്ല. ഒന്നെങ്കിൽ അത് കുളത്തിലൊഴിക്കും, അല്ലെങ്കിൽ അത് മുഴുവൻ തൈരാക്കും. തൈരാക്കി കഴിഞ്ഞിട്ട് 7-ാം ദിവസം ബാക്കി മുഴുവൻ കിടാവ് കുടിക്കും. കിടാവിന് കുടിക്കാൻ കൊടുക്കുകയാണ്. മനുഷ്യർക്ക് എടുത്തിരുന്നില്ല, പൊട്ടന്മാരായിരുന്നു അവർ. ഏറ്റവും കൂടുതൽ പാരമ്പര്യ ഗുണങ്ങൾ കൈമാറുന്ന ഫാറ്റ് അത് ചെല്ലാതിരിക്കാൻ അന്നേ നടപടിയെടുത്തിരുന്നു. കാടനൂട്ടുക. 7-ാം പൊക്കോ 9-ാം പൊക്കോ മറ്റാണ് ഈ തൈരെടുത്തിട്ട് ചോറ് കുഴച്ചിട്ട് കിടാവിനെ പിടിച്ചെടുത്തിട്ട് ഉരുളകളാക്കി കിടാവിൻ്റെ വായിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് കാളക്കിടാവാണെങ്കിൽ അവന് പേരിടും. കിടാവിന് പേരിടുന്ന ദിവസമാണ്. എന്താണ് പേരെന്നറിയാമോ? മണികണ്ഠ 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 എന്ന് 3 പ്രാവശ്യം വിളിച്ചിട്ട് ചോറ് വായിൽ, തൈരും ചോറും കൂടി വായിൽ വെച്ച് കൊടുത്തിട്ട് കഴുത്തെ കയറിടും. അമ്മയെടുക്കൽ നിന്ന് മാറ്റും. പിറ്റേ ദിവസം മുതലാണ് കറന്നെടുക്കുക. ഇനി പശുക്കിടാവാണെങ്കിലോ പാർവതി 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 എന്ന് വിളിക്കും. ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ആചാരമാണ്. ആചാരമായിട്ടത് ചെയ്തു. പക്ഷെ അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്തായിരുന്നു? ആ പശുവിൻ്റെ പാരമ്പര്യ ഗുണങ്ങൾ കൈമാറപ്പെടരുത്. ഇന്ന് പശു വളർത്തുന്ന ആൾക്കാർ ആദ്യത്തെ പാല് കളയുമോ? ഏറ്റവും കൂടുതൽ ഫാറ്റുള്ളതാണ്, ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതാണ്. മിൽമയിൽ കൊണ്ട് അളക്കില്ലേ? മിൽമയിൽ കൊണ്ട് അളക്കും. അയച്ചുകൂടി വെള്ളം കൂടുതൽ ചേർക്കും. ഇതാണ് കുഴപ്പം. ശരിയാണ്, പാരമ്പര്യ ഗുണങ്ങൾ അതൊരു സമീകൃത ആഹാരമാണ്. പക്ഷേ തൈരാക്കി കൊടുക്കാമെന്ന്, തൈരാക്കിയാൽ അതിൻ്റെ ദോഷം മാറുമെന്ന് പണ്ടുള്ളവർ എങ്ങനെയോ മനസ്സിലാക്കി. എന്നിട്ടൊരു ആചാര രൂപത്തിൽ അതിനെ മാറ്റി ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. ഇന്നത് പറഞ്ഞു കൊടുക്കണ പോലുമില്ല. പാല് കുടിച്ചോളാനാ പറയണേ, ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. ഇറച്ചിയും മീനും, ഇറച്ചി മുട്ട ഒന്നാം തരമാണ്. മുട്ട ഒന്നാം തരമാണ്. മുട്ടയുടെ വെള്ള പ്രോട്ടീനാണ്. അതിൻ്റെ ഉണ്ണിക്കാമ്പെന്ന് പറയുന്നത് ഫാറ്റാണ്. ഫാറ്റും പ്രോട്ടീനും ശരീരത്തിന് വേണ്ടതല്ലേ? അത് നല്ലതാണ് എന്ന് വെച്ച് മുട്ട തിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? എക്സസ് പ്രോട്ടീൻ വരുന്നു. ആ ശരീരത്തിന് കൂടുതൽ വേണ്ട പ്രോട്ടീനേക്കാളും കൂടുതൽ പ്രോട്ടീൻ വരുന്നു. യൂറിക് ആസിഡ് കൂടുന്നു. കുക്കുംബർ കുടിക്കണമില്ല. എന്തായിരിക്കും സംഭവിക്കുക? pH, രക്തത്തിൻ്റെ pH താഴെ പോകും. 7 താഴെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? കുഴഞ്ഞു വീണ് മരിക്കും. മനസ്സിലായില്ലേ? കുഴഞ്ഞു വീണ് മരിക്കും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ചിലർ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇറച്ചിയും മീനും മുട്ടയായിരിക്കും വീട്ടിൽ. അന്നും വൈകുന്നേരം ഇതായിരിക്കും. ഇത് കഴിച്ച് പിറ്റേ ദിവസം കുഴഞ്ഞു വീണ് മരിക്കുന്നത് ചിലർ. കാരണം എന്താ? ഇവർ കുക്കുംബറും കഴിക്കണില്ല, വെള്ളവും കുടിക്കണില്ല. അവിടെ പുറയിൽ ഇച്ചിരി കുടിക്കാനുള്ള മദ്യവും കൂടി കാണും. വീടിൻ്റെ പുറയില്ലേ, കല്യാണ ദിവസം നല്ല ദിവസമല്ലേ, അതും കാണും. അതും കഴിച്ച് ഇറച്ചിയും മുട്ടയും മീനും മാത്രം കഴിച്ച് പൊറോട്ടയും കൂടി തിന്നിട്ട് താഴെ പോകും. കുഴഞ്ഞു വീണ് മരിക്കാനുള്ള കാരണം എന്താണ്? ഓക്സിജൻ സപ്ലൈ. വായിച്ചോ? അത് വായിക്കണം. എത്ര ആവർത്തി വായിക്കണം? എത്ര വേണം വായിക്കും തോറും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഓരോ പോയിന്റുകൾ കിട്ടും. ബോക്സിങ്ങുകാരും ജിംനേഷ്യംകാരും മസിൽ വീർപ്പിക്കാൻ വേണ്ടി ഇത് കഴിക്കും. എത്ര വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെന്നറിയാമോ ഇവരൊക്കെ? തൂങ്ങി മരിക്കലല്ല, ഇവര് രക്ഷയില്ല. എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. ജിംനേഷ്യത്തിൽ ഞങ്ങളുടെ SM കോളേജ് കൊല്ലത്തെ ഇതുപോലെ തന്നെ കാരറ്റ്, മുട്ടയൊക്കെ മോശമാണ്. കാരറ്റ്, വിഷമുള്ള കാരറ്റിൻ്റെ ജ്യൂസ് 2 എണ്ണം അടിച്ചിട്ടാണ് ജിംനേഷ്യത്തിൽ കയറുക. ഇറങ്ങുമ്പോഴും 2 ജ്യൂസ് കുടിച്ചു. കിഡ്നി പോയി കിട്ടി. കാര്യം എന്താണ്? ഈ കാരറ്റ് ഉണ്ടാക്കുന്നത് ഫുർഡാനിട്ടിട്ടാണ്. കാരറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെന്താ പഠിച്ച? കാരറ്റ് നല്ലതാണ്. കാരറ്റ് നല്ലത് തന്നെ, പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. കീടനാശിനിയും ഫുർഡാനും പോലെ ഇട്ടു. അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരറ്റയിൽ ഒരു കറുത്ത പൊട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങും.
കാരറ്റ് ചുവന്ന് തന്നെ ഇരിക്കണ്ടേ? കാരറ്റ് നല്ല ചുവന്ന് തുടുത്തിരിക്കണം. അപ്പം അതങ്ങനെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ വിഷം കൂടി ചെല്ലണം. ഇതൊരു റൂട്ടായതുകൊണ്ട് ആ മണ്ണിലിടണ ഫുർഡാൻ മുഴുവൻ സിസ്റ്റമിക് ആയതുകൊണ്ട്, ഹോർമോൺ ആയതുകൊണ്ട് അത് വലിച്ചെടുത്ത് അത് വേഗം വലുതാകുകയും ചെയ്യും. കർഷകനിടില്ലേ? കർഷകനിടും. ഇതാണ് പറ്റിയ നമുക്ക് കൃഷി രീതിയിൽ വന്ന മാറ്റം നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ശരീരത്തിന് എങ്ങനെ വേണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 60% എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ് എഴുതിയെടുത്തു. എഴുതിയിട്ടുണ്ടല്ലോ. 30% എനർജി ഫ്രം ഫാറ്റ്, 10% എനർജി ഫ്രം പ്രോട്ടീൻ. എന്തുകൊണ്ട് പ്രോട്ടീൻ ഇത്ര കുറച്ച് മതി എന്നുള്ളത്? നമ്മളുടെ സെല്ലുകൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അനുനിമിഷം മരിക്കുകയും ജനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെല്ലുകൾ മരിക്കുന്ന ആ കോശങ്ങളിലെ പ്രോട്ടീൻ ശരീരം തിരിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മതിയായത്, അല്ലാതെ പോരായ്മയല്ല. കിട്ടുന്നുണ്ട്, നമുക്ക് ശരീരത്തിന് ആവശ്യത്തിന് തിരിച്ച് കിട്ടുന്നുണ്ട്. പുറമേ നിന്നുള്ളത് കുറച്ച് മതി. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം അത് കുറച്ച് കഴിക്കാവൂ. പ്രോട്ടീൻ കഴിച്ചാൽ പോരെ, മുട്ട കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം. അരിയാണോ കാർബോഹൈഡ്രേറ്റ് ആണോ നമുക്ക് വേണ്ടത്? മനുഷ്യ ശരീരത്തിന് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണ്. അരിയാണോ ഗോതമ്പാണോ ഉരുളക്കിഴങ്ങാണോ എന്നുള്ളതല്ല. മനുഷ്യ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ കാർബോഹൈഡ്രേറ്റ് ഏത്, അത് എവിടെ നിന്ന് വരും എന്ന് മനസ്സിലാക്കിയിട്ട് അതല്ലേ കൃഷി ചെയ്യണ്ടേ. അതിന് പകരം നമ്മളിപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കണത് എന്താ? അരിയും ഗോതമ്പും ഉരുളക്കിഴങ്ങും ആണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റല്ലേ? അരി എന്ന് തിരഞ്ഞെടുത്തതാണ്. അരി നമ്മളുടെ നിത്യഭക്ഷണമായത് എന്ന് മുതൽ കാട്ടിൽ നിന്നും ഇറങ്ങി ബുദ്ധിയും ബോധവും ഇല്ലായിരുന്ന സമയത്ത് തിരഞ്ഞെടുത്ത ഒരു ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതായതുകൊണ്ട് മാത്രം നിത്യഭക്ഷണമായതാണ്. ഇനി അത് പോകാൻ പറ്റില്ല. ഇനി ഇതുമായിട്ട് മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനുഷ്യ ശരീരത്തിന് അപ്രോപ്രിയേറ്റ് ആയത് ഏത് എന്ന് കണ്ടെത്തി അത് കൃഷി ചെയ്ത് അത് സുലഭമാക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് വേണ്ട ഭക്ഷണം ഏത് എന്ന് മനസ്സിലാക്കി അത് കൃഷി ചെയ്യേണ്ട ജോലി നമ്മുടേതല്ലേ. അതിൻ്റെ പേരെന്താണ്? സ്വധർമ്മം.